ഒരു മിനിറ്റ് ഒരു ക്ലിപ്പിംഗ് കാണാം. രണ്ടുപേരും ജില്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്നത് എങ്ങനെയാണോ ചർച്ചയിൽ പങ്കെടുക്കേണ്ടത്? ഷജീർ എങ്ങനെയാണ് ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നത്? കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ എല്ലാ ദിവസവും നടക്കുന്ന ഒരു കലാപരിപാടിയാണ് ഇത്തരത്തിലുള്ള അന്തിച്ചർച്ചകളും ബഹളവും അടിയും എല്ലാം. ഏതാനും നാളുകളായി പൊതുവിടത്തിൽ ഇത്തരം ചർച്ചകളെക്കുറിച്ച് ഉയരുന്ന സംശയം ഈ സംവാദങ്ങളും തർക്കങ്ങളും സ്ക്രിപ്റ്റഡ് ആണോ എന്നതാണ്. ചാനലുകളുടെ റേറ്റിംഗ് കൂട്ടുന്നതിനു വേണ്ടി ചാനൽ അവതാരകരും ചർച്ചാ പ്രതിനിധികളുമായി മുൻകൂട്ടി പറഞ്ഞുറപ്പിച്ചാണോ ഇത്തരം സംവാദ നാടകങ്ങൾ അരങ്ങേറുന്നത് എന്ന് പൊതുവിൽ ജനം ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രീയ ചായ്വ് ഒന്നുമില്ലാത്ത വിഭാഗമാണ് ചർച്ചകളിലെ ഇത്തരം ഗോഗോ വിളികളെ സംശയത്തോടെ നോക്കുന്നത്. ഞാൻ ഇവിടെ തുടക്കത്തിൽ കാണിച്ചത് ദൂരദർശനിലെ ചർച്ചയിലെ ഒരു ക്ലിപ്പിംഗ് ആണ്. PSCയിലെ വിശ്വാസ്യത തകരുന്നു എന്നതാണ് വിഷയം. അത് തർക്കത്തിലാണ് കലാശിച്ചത്. അവതാരകനായ എനിക്ക് പോലും പാടുപെടേണ്ടി വന്നു ആ തർക്കമൊന്ന് അവസാനിപ്പിക്കാൻ. പക്ഷേ ഈ തർക്കത്തിന് ശേഷം എന്ത് സംഭവിച്ചു? ദാ ഈ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോയിലുണ്ട് അതിനുള്ള ഉത്തരം. ഇത്രയേ ഉള്ളൂ. ഒരു സ്ക്രിപ്റ്റഡുമല്ല ഇത്തരം പരിപാടികൾ എന്ന് ചുരുക്കം. ഇനി വിശദീകരിച്ചു പറഞ്ഞു തരാം. ഇവർക്ക് ചാനലുകൾ പണം നൽകുന്നുണ്ടോ? ചർച്ചയിൽ അടിയുണ്ടാക്കി കഴിഞ്ഞാൽ എന്താണ് നേട്ടം? ഇതേക്കുറിച്ചാണ് പറയുന്നത്. അതാത് ദിവസം നടക്കുന്ന കാമ്പുള്ള ഏതെങ്കിലും വിഷയങ്ങളിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും രാഷ്ട്രീയ നിരീക്ഷകരെയും അതാത് രംഗത്തെ വിദഗ്ധരെയും ഉൾക്കൊള്ളിച്ച് നടത്തുന്ന സംവാദമാണ് പ്രൈം ടൈം ഡിബേറ്റുകൾ അല്ലെങ്കിൽ അന്തിച്ചർച്ചകൾ. അടുത്ത കാലത്തായി ഈ സംവാദങ്ങൾ പരസ്പരമുള്ള ഗോഗോ വിളികളിലേക്കും അവതാരകരും പ്രതിനിധികളുമായുള്ള രൂക്ഷമായ വാക്കുതർക്കത്തിലേക്കും പോകുന്നത് കാണാറുണ്ട്. മനഃപൂർവ്വം എന്നോണം പരസ്പരം പ്രകോപിപ്പിക്കുന്ന വാക്കുകളും പദപ്രയോഗങ്ങളും നേതാക്കൾ നടത്താറുമുണ്ട്. ഇതിന്റെ പേരിൽ ഈ രണ്ട് പ്രതിനിധികളും പരസ്പരം ഏറ്റുമുട്ടുകയും ചെയ്യും. ചിലപ്പോഴൊക്കെ അവതാരകർ പറയുന്ന ചില വാക്കുകളായിരിക്കും പ്രതിനിധികളെ ചൊടിപ്പിക്കുക. എരികേറുന്നതോടെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടലായി. രണ്ട് പ്രതിനിധികൾ തമ്മിലാണ് എങ്കിലും അതിൽ മുളക് തേക്കാൻ ചിലപ്പോഴൊക്കെ അവതാരകരും ഇടപെടും. അതൊരു സത്യമാണ്. ലൈവ് കഴിയുന്നതിന് പിന്നാലെ അന്ന് തന്നെയോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ ചെറിയ ക്ലിപ്പുകളായി മാസ് BGM ആഡ് ചെയ്ത് രാഷ്ട്രീയ സംഘടനകളുടെയും പ്രവർത്തകരുടെയും വാളിൽ ഇത് ഓടിത്തുടങ്ങും. ചാനലിൻ്റെ ലൈവിനേക്കാൾ റീച്ച് ഒരുപക്ഷെ ഈ കുഞ്ഞൻ ക്ലിപ്പുകൾക്കായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇതിൻ്റെ മുഴുവൻ വേർഷൻ കാണുന്നതിന് ചാനലിൻ്റെ ലിങ്കിലേക്കും കയറി നോക്കും. പലപ്പോഴും പാർട്ടി പ്രതിനിധികൾ പൊട്ടിത്തെറിക്കുന്ന വീഡിയോ ക്ലിപ്പിങ്ങുകൾ ചാനൽ തന്നെ പ്രത്യേകം ക്യാപ്ഷൻ നൽകി പോസ്റ്റ് ചെയ്യാറുമുണ്ട്. ചാനൽ ചർച്ചകളിലെ ഈ തർക്കങ്ങൾ അടുത്തിടെയായി പല രാഷ്ട്രീയ പാർട്ടികളുടെയും സൈബർ പോരാളികളുടെ സോഷ്യൽ മീഡിയ വാളുകളിലെ സ്ഥിരം സാന്നിധ്യമാണ്. സംസാരിക്കുന്നത് അത് പ്രിന്റു മഹാദേവ് BJP പ്രതിനിധി അല്ല. ഒരു 10 വർഷം മുൻപ് വരെ ഇത്തരം പൊട്ടിത്തെറിക്കലുകളും ആക്രോശങ്ങളും ചാനൽ ചർച്ചകളിൽ കുറവായിരുന്നു. പ്രതിനിധികൾ ചർച്ചയ്ക്കെത്തുന്നു, അവതാരകന്റെ ചോദ്യത്തിന് മറുപടി പറയുന്നു, സ്വന്തം ഭാഗം വിശദീകരിച്ച് സംവാദം നടത്തി തിരിച്ചു പോകും. ഇതായിരുന്നു രീതി. പക്ഷേ അടുത്ത കാലത്തായി ഈ രീതികളെല്ലാം മാറി. ചാനലുകൾ തമ്മിലുള്ള പരസ്പര മത്സരം കടുത്തതോടെയാണ് ഈ മാറ്റം എന്ന് വേണമെങ്കിൽ പറയാം. അതോടൊപ്പം സോഷ്യൽ മീഡിയയുടെ അതിപ്രസരവും ഒരു പ്രധാന കാരണമാണ്. ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിനും ക്യാമ്പയിനിങ്ങിനുമായി സോഷ്യൽ മീഡിയയാണ് കൂടുതലും ആശ്രയിക്കുന്നത്. അത്തരം ക്യാമ്പയിനിങ്ങുകളിൽ ഇത്തരം കുഞ്ഞൻ വീഡിയോ ക്ലിപ്പുകൾ ഏറെ സ്വാധീനം ചെലുത്തുന്നുമുണ്ട്. ഈയൊരു റീച്ച് സാധ്യത മുന്നിൽ കണ്ടു തന്നെയാകാം ഈ ആക്രോശങ്ങളും ഗോഗോ വിളികളും ചാനൽ ചർച്ചകളിൽ ഉയർന്നു കേൾക്കാൻ തുടങ്ങിയതിന് പിന്നിൽ. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഇതൊരു മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയാണോ എന്ന സംശയം പലരും ചോദിക്കുന്നത്. സ്വന്തം റീച്ചിനു വേണ്ടി ചാനൽ അവതാരകരും പാർട്ടിക്കാരെ ആവേശം കൊള്ളിക്കാൻ ചാനൽ ചർച്ചാ പ്രതിനിധികളായി പോകുന്ന നേതാക്കളും തമ്മിൽ അറിഞ്ഞുകൊണ്ടുള്ള ഒരു കളിയാണോ ഇതെന്ന് പല കോണുകളിൽ നിന്നും സമൂഹ മാധ്യമങ്ങളിൽ ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. എന്നാൽ ചാനലിനും പാർട്ടിക്കാർക്കും റീച്ച് ഉണ്ടാകുന്നുണ്ട് എന്നതിനപ്പുറം
ഇതിൽ പ്രത്യേകിച്ച് പ്ലാനിങ്ങോ തിരക്കഥയോ ഒന്നുമില്ല എന്നതാണ് വാസ്തവം. വെറുതെ തർക്കിക്കണ്ട, വെറുതെ തർക്കിച്ചിട്ട് കാര്യമില്ല. ചർച്ച ചെയ്യാം, തർക്കിച്ചിട്ടെന്താ കാര്യം? സംവാദം നടക്കുമ്പോൾ അതിന്റെ സ്വാഭാവികമായ ഒഴുക്കിൽ അല്പം ആവേശം കൂടിപ്പോകുന്നുണ്ട് ചില പ്രതിനിധികൾക്ക്. സ്വന്തം സംഘടനയ്ക്കെതിരായ ആക്രമണം പ്രതിരോധിക്കുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ ശബ്ദം ഉയർത്തും ചിലർ. ദേഷ്യം വരുന്നവരുമുണ്ട്. ആ സമയം അവതാരകരും അതിലേക്ക് അല്പം എണ്ണ പകരും. എരുതിയിലേക്ക് അല്പം എണ്ണ അവതാരകരും കൂടി പകരുന്നതോടെ അത് ആളിക്കത്തുന്നു. അത്രമാത്രമാണ് ചർച്ചാ സ്റ്റുഡിയോകളിൽ സംഭവിക്കുന്നത്. ചർച്ച കഴിയുന്നതോടെ ഇവരെല്ലാം കൈകൊടുത്ത് സുല്ലായി പഴയ പോലെ സുഹൃത്തുക്കളായി പിരിയുകയും ചെയ്യും. വ്യത്യസ്ത രാഷ്ട്രീയ ചേരികളിലാണ് എങ്കിൽ പോലും ആശയപരമായി മാത്രമാണ് ഈ നേതാക്കൾ തമ്മിൽ സംഘട്ടനത്തിൽ ഏർപ്പെടുന്നത്. അതിനപ്പുറം അവർ എന്നും നല്ല സുഹൃത്തുക്കൾ തന്നെയാണ്. അവതാരകരാണ് എങ്കിലും അങ്ങനെ തന്നെ. പക്ഷേ ചർച്ച കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് എന്താണ്? ചർച്ചകളിലെ ഈ ഗോഗോ വിളികൾ ചാനലിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് സ്വന്തം ഭാഗം ഓരോ പാർട്ടിക്കാരും അവരവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ മാസ് BGM ഇട്ട് പ്രചരിപ്പിക്കുന്നു. ആ പോസ്റ്റിന് ചുവട്ടിൽ അണികൾ പരസ്പരം കടിച്ചു കീറുന്നു, ഏറ്റുമുട്ടുന്നു. അരമണിക്കൂറോ 1 മണിക്കൂറോ ഉള്ള ഒരു ചർച്ച കഴിഞ്ഞ് നേതാക്കൾ കൈകൊടുത്ത് കെട്ടിപ്പിടിച്ച് സുഹൃത്തുക്കളായി പിരിഞ്ഞാലും അതിനുശേഷമുള്ള ഈ സൈബർ ഏറ്റുമുട്ടൽ നടത്തുന്ന അണികൾ മണ്ടന്മാരാകുന്നു എന്നാണ് സാരം. ആ മണ്ടന്മാർ എന്ന് വാക്ക് ഉപയോഗിക്കുന്നതിന് ക്ഷമിക്കണം, അങ്ങനെ പറയേണ്ടി വരികയാണ്. അതിനപ്പുറം മറ്റൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. ചാനൽ ചർച്ചകൾ തിരക്കഥയല്ല എങ്കിലും അതിനുശേഷമുള്ള ഈ ഏറ്റുമുട്ടൽ ഒരുതരം തിരക്കഥ തന്നെയാണ്. അണികളായ മുട്ടനാടുകളെ തമ്മിലടിപ്പിക്കുന്ന തിരക്കഥ. ആ ചോര കുടിക്കുന്ന ചെന്നായ ആരാണ് എന്ന് മാത്രം നോക്കിയാൽ മതി. സൈബർ ഇടത്തിലെ മറ്റൊരു ക്യാമ്പയിൻ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് പണം വാങ്ങിയാണ് ഇവരെല്ലാം ചർച്ചകളിൽ വന്നിരിക്കുന്നത് എന്ന്. പണത്തിനനുസരിച്ചാണ് അണികളെ ആവേശം കൊള്ളിക്കാനുള്ള ഈ ആക്രോശങ്ങൾ എന്നുമാണ്. അതിൻ്റെ വസ്തുത കൂടി പരിശോധിച്ചു പോകാം. നിലവിൽ കേരളത്തിലെ ഒരു സ്വകാര്യ ചാനലും ഈ ചർച്ചാ പ്രതിനിധികൾക്ക് പ്രതിഫലം നൽകുന്നില്ല. ചാനൽ ചർച്ചകളിൽ എത്തുന്ന പ്രതിനിധികൾക്ക് വേതനം നൽകുന്ന ഏക ചാനൽ ദൂരദർശൻ മാത്രമാണ്. ഇതേക്കുറിച്ചൊരു വീഡിയോ മുൻപ് ഞാൻ ചെയ്തിട്ടുള്ളതുമാണ്. എങ്കിൽ കൂടി ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. പലരും ചോദിച്ചതാണ്, പണമില്ലാതെ പിന്നെ 1-2 മണിക്കൂറൊക്കെ ഈ ചാനൽ സ്റ്റുഡിയോയിൽ രാഷ്ട്രീയക്കാരും മറ്റ് അതിഥികളും ചർച്ചയ്ക്കായി വരുന്നത് എന്തിനാണ് എന്ന്. ഉത്തരം ലളിതമാണ്. റീച്ചിന് വേണ്ടി, അവരുടെ വ്യക്തിപരമായ റീച്ചിന് വേണ്ടി മാത്രം. 4 ആളുകൾ അറിയുമല്ലോ എന്നത് മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. ചാനൽ ചർച്ചകളിൽ പങ്കെടുത്ത് മാത്രം രാഷ്ട്രീയത്തിൽ മുൻനിരയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ, സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കളുണ്ട്. ഇതാണ് പലരും ആഗ്രഹിക്കുന്നത്. രാഷ്ട്രീയക്കാർ അല്ലാത്തവർക്കും ഇതേപോലെ ചാനലിൽ മുഖം വരുന്നത് അവരുടെ പ്രസ്റ്റീജ് വർദ്ധിപ്പിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, അന്തിച്ചർച്ചയ്ക്കല്ലാതെ ചാനലുകൾ നടത്തുന്ന സ്പെഷ്യൽ ഷോകളുണ്ട്. അതിൽ വരുന്ന അതിഥികൾക്ക് പണം നൽകുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൂടി ഇവിടെ പറഞ്ഞു വയ്ക്കുന്നു. ഇനി മറ്റൊരു കാര്യം, ചർച്ച കൊഴുപ്പിക്കാൻ അടിയുണ്ടാക്കുന്ന രാഷ്ട്രീയക്കാരെയും നിരീക്ഷകരെയും അവതാരകർ വിളിക്കില്ലേ എന്ന് ചോദിച്ചാൽ അതിലും 2 കാര്യങ്ങൾ പറയാം. ഒന്ന്, രാഷ്ട്രീയക്കാരെ ചർച്ചയ്ക്ക് വിടുന്നത് രാഷ്ട്രീയ പാർട്ടികളാണ്. ചാനലിന് ഇഷ്ടമുള്ളവരെ വിടാറില്ല. CPM ആണെങ്കിലും BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും. രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കാൻ മടിക്കുന്ന ചർച്ചകളിലാണ് നിരീക്ഷകരെ വിളിച്ച് ചർച്ചയ്ക്കിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ അടിയുണ്ടാക്കാൻ മാത്രമായി തിരഞ്ഞെടുത്ത ആളുകളെ ചർച്ചയ്ക്ക് വിളിക്കാൻ പറ്റാറില്ല. പക്ഷേ ചില അവതാരകർ വിചാരിച്ചാൽ അതിന് കഴിയും എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അതായത് ചില ചർച്ചകൾ കൊഴുപ്പിക്കണമെങ്കിൽ ചില നേതാക്കളും ചില നിരീക്ഷകരുമൊക്കെ വന്നാൽ മാത്രമേ കഴിയൂ. എങ്കിൽ മാത്രമേ ആ ചർച്ച ഒന്ന് കൊഴുക്കൂ. അത്തരം സാഹചര്യങ്ങളിൽ ചിലപ്പോൾ അവതാരകർ പറഞ്ഞിരുന്നതിനനുസരിച്ച് ചില നേതാക്കൾ വരും. അതൊരു യാഥാർത്ഥ്യവുമാണ്. അതും മറച്ചു വയ്ക്കുന്നില്ല. ദൂരദർശൻ മാത്രമാണ് പണം നൽകുന്നത് എന്ന കാര്യം ഞാൻ സൂചിപ്പിച്ചു. മറ്റൊരു ചാനലും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്ക് പണം നൽകുന്നില്ല. ദൂരദർശൻ കൃത്യമായിട്ട് ചർച്ചകളിൽ പങ്കെടുക്കുന്ന അതിഥികൾക്ക് അവരുടെ സമയം കളഞ്ഞാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് പ്രതിഫലം നൽകുന്നത്. എന്തായാലും അടിയും ബഹളവും ഇല്ലാതെ നടന്നു പോകുന്ന ചാനൽ ചർച്ച എന്നത് ദൂരദർശനിൽ മാത്രമായിരുന്നു. ഒരു ബഹളവും ഇല്ലാതെ, വെല്ലുവിളികൾ ഇല്ലാതെ, പരസ്പരമുള്ള ആക്രോശങ്ങളില്ലാതെ, ഗോഗോ വിളികളില്ലാതെ സമാധാനമായി നടക്കുന്ന ചർച്ചയായിരുന്നു ദൂരദർശനിൽ മുമ്പൊക്കെ. ഇന്ന് അവിടെയും സ്ഥിതിഗതികൾ മാറിമറിയാൻ തുടങ്ങിയിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ അവരുടെ റീച്ചിനായി ഇവിടെയും സ്വകാര്യ ചാനലുകളിലെ തന്ത്രം പയറ്റുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ തന്ത്രം. പക്ഷേ ഒരു കാര്യമുണ്ട്,
ദൂരദർശൻ ചർച്ച ഒരു ചൂടില്ല എന്ന് പറഞ്ഞവരെല്ലാം ഇന്ന് അത് തിരുത്തി പറയുന്നുമുണ്ട്. നല്ല കാമ്പുള്ള വിഷയങ്ങളാണ് ദൂരദർശനിലെ സമകാലികം എന്ന ചർച്ചയ്ക്കായി എടുക്കാറുള്ളത്. മിക്കവാറും ഏറ്റവും പ്രഗത്ഭരായ ആളുകളാണ് ചർച്ചയ്ക്കായി എത്താറുള്ളതും. കുറച്ചു നാളുകളായി ദൂരദർശനും മാറിക്കൊണ്ടിരിക്കുകയാണ്. ദൂരദർശൻ്റെ വാർത്തകൾക്കും ചർച്ചകൾക്കും പണ്ടത്തെ പോലെ കാണികൾ എത്തിത്തുടങ്ങിയിട്ടുമുണ്ട്. വിശ്വാസത്തോടെ വാർത്ത കാണാൻ ഇന്നും എന്നും ദൂരദർശൻ തന്നെയാണ് എന്ന ഓർമ്മപ്പെടുത്തലോടെ ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു.